ഹായ് ഡിയേഴ്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാർഗവിയാണെങ്കിൽ പ്രഭാതിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ ആ ഋഷിയുടെ നാടകമാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? അല്ലെങ്കിലും ഋഷിയെ കൊന്നിട്ട് എൻ്റെ മകൻ എന്തുമാത്രം ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നെന്നോ ഭാർഗവി എന്നൊക്കെ പ്രഭാവതിയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട്. അവനാണെങ്കിൽ തൻ്റെ കുറ്റബോധം കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ആഹാരം പോലും എൻ്റെ പൊന്നുവൻ കഴിച്ചിട്ടില്ല. എന്നിട്ടിപ്പോൾ ഇതാ ഋഷി ജീവനോടെ ഇരിപ്പുണ്ടെന്നൊക്കെയാണ് ദേവിക പറയുന്നത്. എന്തൊക്കെയാണ് ഈ ലോകത്ത് ശരിക്കും നടക്കുന്നതെന്ന് എനിക്കിപ്പോൾ സത്യം തന്നെ അറിയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ഭാർഗവി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയാണോ, അവൻ എന്തെങ്കിലും കഴിച്ചു കാണോ? എന്തായാലും ഋഷിയുടെ കുറ്റബോധത്തിൽ അവൻ എവിടെയെങ്കിലും പോയി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും കാലം. എന്നാൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോൾ അവൻ എവിടെയാണ് പോയതെന്ന്. ആൾക്കാർ അവനെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ കുഞ്ഞ് എപ്പോഴാണെങ്കിലും എൻ്റെ അടുത്തോട്ടൊന്ന് വന്നാൽ മതി, അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്. എന്തായാലും അവൻ ആരുടെയും കൂടെ പോയതാണോ അല്ലെങ്കിൽ വിഷമത്തോടെ പോയതാണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ നടപടിയിലോട്ട് തീരുമാനിക്കാനൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തുക, അവൻ എവിടെയാണ്, ആരുടെ കസ്റ്റഡിയിലാണെന്ന് എന്നറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ ഭാർഗവിയോട് നമ്മുടെ പ്രഭാവതിയാണെ പറയുന്നുണ്ട്. അങ്ങനെ ഗിരീഷിനോട് രജനിയാണെ പറയുന്നുണ്ട്, അമ്മ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ആ ദേവിക കൊള്ളാലോ, അവളുടെ MLA ആയിട്ട് ഇത്രയും ദിവസമായിട്ട് എൻ്റെ നന്ദനെ കണ്ടുപിടിക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ലല്ലോ. അവളെപ്പോലൊരു നാത്തൂനെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ പരാജയം, എൻ്റെ അനിയൻ്റെ ഏറ്റവും വലിയ ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രജനിയോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത് രജനി, എന്ന് വെച്ച് നീ കൂടുതൽ ഇവിടെ കിടന്ന് ഓരോന്ന് വിളിച്ചു കൂവിയ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ലെന്നൊക്കെ നമ്മുടെ ഗിരീശനാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട്. രജനി അല്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അനിയൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരിക്കും എപ്പോഴും നടക്കാറും ഇരിക്കാറും ഒക്കെ. നിങ്ങൾക്ക് അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം. അവളാണല്ലോ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും വലിയ ആനക്കാര്യമായിട്ട് നിങ്ങൾ അവളെപ്പറ്റി പറയുന്നത്. അതിന് മാത്രം അവൾക്ക് എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അനിയനെ ഇത്രയും ഒരു പദവിയിൽ ഇരുന്നിട്ട് പോലും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ രജനി ഗിരീഷിനോടായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നന്ദനും പ്രകാശമാണെങ്കിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെയും ഋഷിയെ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നിൻ്റെ ഉദ്ദേശം വേറെയല്ലേ പ്രകാശ? നീ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് എന്തിനാണെന്നൊക്കെ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ചതിക്കാനല്ല കൊണ്ടുവന്നതെന്നും നിന്നെ രക്ഷിക്കാനാണ് കൊണ്ടുവന്നതെന്നും ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു നന്ദ. പിന്നെയും നീ ഇത് തന്നെ ആവർത്തിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, അല്ലെങ്കിലും നിനക്കൊന്നും ഒരു കാലത്തും നന്മ ചെയ്യാൻ കഴിയില്ല, അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നീ എന്നെ തെറ്റുകാരനായിട്ടാണ് കാണുന്നത്. എന്നാൽ പിന്നെ നീ തെറ്റുകാരനല്ല, എന്നാൽ പിന്നെ നീ എന്നെ ഇവിടുന്ന് അഴിച്ചുവിടും. എനിക്ക് എൻ്റെ അമ്മയെ, എൻ്റെ ഭാര്യയെ, എൻ്റെ അച്ഛനൊക്കെ കാണാൻ തോന്നുന്നുണ്ട്. എന്തിനാ നീ എന്നെ ഈ തടവറയിൽ ഇത്രയും ദിവസം ഇട്ടിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എപ്പോഴേ ഇവിടുന്ന് അഴിച്ചു വിട്ടേനെ. എന്നിട്ട് ഇപ്പം നീ എന്നോട് ചെയ്യുന്നത് വലിയൊരു ക്രൂരത തന്നെയാണ്. എന്തിനാണ് ഋഷിയും എന്നെ ഒരുമിച്ച് നീ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള സത്യം എനിക്കറിഞ്ഞാൽ മതിയാവും പ്രകാശ എന്നൊക്കെ നന്ദനാണെങ്കിൽ പ്രകാശനോട് പറയുന്നുണ്ട്. പ്രകാശൻ ഇതിനൊന്നും സമയമായിട്ടില്ലെന്നും നമുക്ക് പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്നും നന്ദനോട് പറയുന്നുണ്ട്. അതേ റൂമിൽ തന്നെ കഴിയുന്ന ഋഷിയുടെ അടുത്തേക്കും നമ്മുടെ പ്രകാശൻ വരുന്നുണ്ട്. ഋഷിയോടും പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് ആ അരുന്ധതിയുടെ കുടുംബത്തെ നശിപ്പിക്കണമെന്നൊന്നും എനിക്കില്ല. എനിക്ക് പ്രഭാവതിയെ കുടുംബത്തെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ്. കാരണം അവരെന്നോട് അത്രയ്ക്ക് ക്രൂരത ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അവരെനിക്ക് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും നിന്നെ സഹായം തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടെന്നൊക്കെ ഋഷിയോട് നമ്മുടെ പ്രകാശനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഋഷി പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾ പറയുന്ന മുഴുവനായിട്ട് കള്ളമാണ്. എന്നെ കൊന്നിട്ട് നന്ദനെ നിങ്ങൾക്ക് ഇവിടുന്ന് ജയിലയക്കാനാണ് നിങ്ങളിവിടെ ഈ കളി കളിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ ഋഷി പറയുന്നുണ്ട്. അങ്ങനെ നന്ദനാണെങ്കിൽ ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശനാണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ അങ്ങനത്തെ ഒരു ഉദ്ദേശവും കാര്യങ്ങളൊന്നും എനിക്കില്ല ഋഷി. എന്തായാലും എനിക്ക് ആ കുടുംബമാണെങ്കിൽ ഭയങ്കര ശത്രുതയുള്ള ഒരു കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ സഹായത്തിന് വിളിച്ചത്.
അങ്ങനെയൊക്കെ പ്രകാശനാണെങ്കിൽ ഋഷിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്ന നന്ദനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. പ്രകാശൻ ആളിത്തിരി തരികിടയാണ്, അവൻ പറയുന്ന മുഴുവൻ കള്ളമാണെന്നും രണ്ടുപേരെയും കൊടുക്കാനുള്ള പ്ലാനാണ് പ്രകാശൻ ഇടുന്നതെന്നൊക്കെയുള്ള കാര്യം നമ്മുടെ നന്ദന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ പ്രഭാവതി നമ്മുടെ ദേവിയെ വിളിച്ചിട്ട് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട്, നന്ദനെ എങ്ങനെയെങ്കിലും കൂട്ടുകാരനെയോ ആരുടെയെങ്കിലും സഹായം കൊണ്ട് കണ്ടെത്താൻ കഴിയുമോ, ആ കെവിനോട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ നന്ദനെ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവിയെ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ലമ്മേ, ഇനിയിപ്പം മറ്റൊരു മാർഗ്ഗമാണ് നോക്കുന്നത്. ഋഷി എന്തായാലും നന്ദനെ ഒളിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഋഷിയും നന്ദനെയും കാണാതെ ഇരിക്കുകയാണ്. അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. അവർ രണ്ടുപേരെയും ശത്രുതയുള്ള ഒരാളായിരിക്കും ഇത് രണ്ടും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കണ്ടെത്താനാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നതെന്നൊക്കെ ഈ ദേവിക പറയുന്നുണ്ട്. അങ്ങനെ എസ്തപ്പാൻ്റെ വീട്ടിലെത്തിയ നമ്മുടെ മുരളിയും ദേവികയാണെ പറയുന്നുണ്ട്, ഇനി എന്തായാലും അരുന്ധതിയുടെ നീക്കം ഇങ്ങോട്ട് തന്നെയായിരിക്കും. അരുന്ധതി ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങോട്ടൊരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. കാരണം അരുന്ധതിയുടെ മകനെ കാണാതിരുന്നത് കൊണ്ടാണ് അവരിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ കസ്റ്റഡിയിലാണ് ഋഷി എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ നമ്മൾക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ മാറും. കാരണം അവരെന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവരെ എങ്ങനെയെങ്കിലും നേരിടണം എന്നൊക്കെ എസ്തപ്പാനോട് ദേവിക പറയുന്നുണ്ട്. അങ്ങനെ എസ്തഫാൻ പറയുന്നുണ്ട്, എല്ലാം ദേവിക മോള് പറയുന്ന പോലെ തന്നെയാണ്. കാരണം ഇവിടെ നിന്നാണല്ലോ ഋഷിയെ നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ എല്ലാ കുറ്റബോധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ കാണുന്നൊക്കെ ദേവികയോട് എസ്തഫാൻ പറയുന്നുണ്ട്. അങ്ങനെ മുരളി പറയുന്നുണ്ട്, ഇസബെല്ലയും പിന്നെ കെവിനും അരുന്ധതിയൊന്നും അത്ര നിസ്സാരക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിക്കണം. ഒരുപാട് ആൾക്കാരുടെ ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിക്കാമെന്നൊക്കെ എസ്തപ്പാനോട് നമ്മുടെ മുരളി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഒരുപാട് ആൾക്കാർ എൻ്റെ കസ്റ്റഡിയിലുണ്ട്, അതൊക്കെ തന്നെ ധാരാളമാണ് അരുന്ധതിക്കൊക്കെ. അങ്ങനെ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, എസ്തപ്പാനെ ഞങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ട് കരുതിയിരിക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ അറ്റാക്ക് നമുക്ക് ഉണ്ടാവാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്